ഏതിനോടും സമരസപ്പെടുകയെന്നത് നല്ലതാണെങ്കിലും സമരസപ്പെട്ടു കഴിഞ്ഞാൽ അതിനോട് അടിമപ്പെടുന്നത് അത്ര നല്ലതല്ല. അടിമപ്പെട്ടു കഴിഞ്ഞാൽ അസഹനീയമായവ പോലും ആനന്ദദായകമായി തോന്നും. പിന്നെ എത്ര ശ്രമിച്ചാലും പുറത്ത് കടക്കാനായില്ലെന്നും വരും. ശീലമാകുന്ന ദുഷ്പ്രവൃത്തികളും ഹീനകൃത്യങ്ങളും താൽക്കാലികമായ വിരുദ്ധസുഖങ്ങൾ സമ്മാനിക്കും. അതിൽ നിന്ന് പുറത്തു കടക്കാത്ത കാലത്തോളം തടവറയ്ക്കുള്ളിലെ നിയന്ത്രിത സ്വാതന്ത്ര്യം മാത്രമേ അനുഭവിക്കാനാകൂ. അകപ്പെട്ടു പോകുന്ന അടിമാവസ്ഥകളിൽ നിന്ന് പുറത്തു വരണമെന്ന ആഗ്രഹം പോലും നശിക്കും വിധം വശീകരിക്കപ്പെടുമ്പോഴാണ് സ്വന്തം കഴിവും ശക്തിയും അപ്രസക്തമാകുന്നത്. ആയിരിക്കുന്ന അവസ്ഥയേക്കാൾ ആയിത്തീരാൻ കഴിയുന്ന അവസ്ഥയാണ് പ്രധാനം. ഇരിക്കുന്ന സ്ഥലം പോകേണ്ട സ്ഥലത്തേക്കുള്ള യാത്രയെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇരിക്കുന്ന സ്ഥലം ഉപേക്ഷിക്കണം. 100 മേനിയുടെ സാധ്യതയുള്ളപ്പോൾ 10 മേനിയുടെ പാരിതോഷികങ്ങളിൽ മനം മയങ്ങി വീണാൽ അത് സ്വന്തം ശേഷികളോടുള്ള അവഹേളനമാകും. സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹമില്ലാത്ത ഒരാൾക്കും സ്വന്തം ശക്തി കേന്ദ്രങ്ങൾ കണ്ടെത്താനാകില്ല. ഉള്ളിലെ തിരി താഴ്ന്നു പോയാൽ പുറമെ നിന്ന് വെളിച്ചം പകരാൻ തയ്യാറായി നിൽക്കുന്നവർക്കും ഒന്നും ചെയ്യാനാകില്ല. ചികിത്സിക്കപ്പെടാൻ ആഗ്രഹമില്ലാത്തവർക്ക് മുന്നിൽ ഒരു ഔഷധത്തിനും ഫലമുണ്ടാകില്ല. കർമ്മോത്സുകത കൊണ്ട് വീരചരിതം എഴുതാൻ കഴിയുമെങ്കിൽ ആലസ്യം കൊണ്ട് വിലാപകാവ്യം എഴുതാൻ നിൽക്കരുത്.